ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ മറ്റൊരു അധ്യായം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പുതിയ താരോദയങ്ങളും റെഡ് കാർഡുകളും അങ്ങനെ ആവേശഭരിതമായ ഒരു കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് തലേ ദിവസം സ്പെയിൻ വിസിസ് സൗദി അറേബ്യ കളിച്ചിരുന്നു. 4-0 സ്പെയിൻ സൗദി അറേബ്യയെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ മാച്ചിൽ കണ്ടത്. രണ്ടാമത്തത് വരുന്നത് ബെൽജിയം വിസിസ് ഇറാൻ ആയിരുന്നു ഇന്നത്തെ മത്സരം. അത് 0-0 സമനിലയായിരുന്നു. രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ഗ്രൂപ്പ് എച്ചിലെ ഉറുഗ്വേ വിസിസ് കാബോ വെർഡെ ആയിരുന്നു. അതും സമനിലയാണ്, 2-2 സമനിലയായിരുന്നു. പിന്നെ വരുന്നത് ഗ്രൂപ്പ് ജിയിലെ ന്യൂസിലാൻഡ് വിസിസ് ഈജിപ്ത് ആണ്. 1-3 ആയിരുന്നു അവരുടെ സ്കോർ നില. ഈജിപ്ത് 3 ഗോളുകൾക്ക് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആദ്യത്തെ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ ആയിരുന്നു. 4-0 സ്പെയിൻ സൗദി അറേബ്യയെ വെല്ലുന്ന ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ലാമിൻ യമാലും ഒയർസബാലും ചേർന്ന് സൗദിയെ തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ ഗ്രൗണ്ടിൽ കണ്ടത്. അത്രയും മികവുറ്റ പെർഫോമൻസ് ആയിരുന്നു സ്പെയിൻ ഉണ്ടായിരുന്നത്. സ്പെയിൻ കാബോ വെർദെക്കെതിരെ കളിച്ച കളി ആയിരുന്നില്ല ഇവിടെ സൗദി അറേബ്യയുടെ അടുത്തെടുത്തത്. അതാണ് മികച്ച ഒരു കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെ ലാമിൻ യമാലിന് പുറമെ മൈക്കേൽ ഒയർസബാൽ ഇരട്ട ഗോളുകൾ നേടിയാണ് സ്പെയിനിന്റെ ആ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. യമാലിന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഗോള് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മാച്ചിൽ നമ്മൾ എല്ലാവരും കണ്ടത്. ലോകകപ്പിലെ സ്പെയിനിന്റെ ആദ്യത്തെ വിജയം ഉറപ്പിച്ച ഒരു ദിവസം കൂടിയായിരുന്നു ഇത്. 10ാം മിനിറ്റിലായിരുന്നു സ്പെയിനിന്റെ ആദ്യത്തെ ഗോൾ വരുന്നത്. നമ്മുടെ സ്വന്തം ലാമിൻ യമാൽ ആയിരുന്നു. 21ാമത്തെ മിനിറ്റിൽ ഒയർസബാൽ 2ാം ഗോളും നേടി. പിന്നെ 24ാം മിനിറ്റിൽ ഒയർസബാലിന്റെ തന്നെ മറ്റൊരു ഗോളും കൂടി. ഒയർസബാൽ അങ്ങനെ 2 ഇരട്ട ഗോളുകളാണ് സ്പെയിനിന് വേണ്ടി കഴിഞ്ഞ ദിവസം എടുത്തത്. പിന്നെ വരുന്നത് ഫസ്റ്റ് ഹാഫിലത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. സെക്കൻഡ് ഹാഫിലേക്ക് ആയപ്പോൾ ഒയർസബാലിനെയും നമ്മുടെ യമാലിനെയും ഒക്കെ സ്പെയിനിന്റെ കോച്ച് പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പകരം യെറേമി പിനോയും ഫെറാൻ ടോറസുമാണ് ഇവർക്ക് പകരമായിട്ട് സെക്കൻഡ് ഹാഫിൽ കളത്തിലിറങ്ങിയത്. അതിന് മികച്ച ഒരു പെർഫോമൻസ് തന്നെ അവർ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. 49ാം മിനിറ്റിൽ സ്പെയിനിന്റെ ലീഡ് 4 ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഗോളാണ് നമ്മൾ കണ്ടത്. സൗദി താരം ഹസന്റെ സെൽഫ് ഗോളാണ് ആ ഒരു ലീഡ് സ്പെയിനിന് വേണ്ടി ഉയർത്തിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു മാച്ചിൽ നമ്മൾ കണ്ടത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് സ്പെയിൻ മികവുറ്റ് നിന്നത്. അതുപോലെ തന്നെ യമാലിന്റെ ഒക്കെ ആദ്യത്തെ ലോകകപ്പിലത്തെ ഗോളായിരുന്നു. അതുകൊണ്ട് തന്നെ മികവുറ്റ പെർഫോമൻസ് സ്പെയിനിന്റെ കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ വരുന്നതാണ് ബെൽജിയം ഇറാൻ സമനിലയായിരുന്നു. 0-0 എന്ന സമനിലയിലായിരുന്നു ആ കളി അവസാനിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഇറാന്റെ ഗോൾ കീപ്പർ അലി റൈസ ബെയറാൻ ബാന്തിന്റെ ആ ഒരു പെർഫോമൻസ് ആണ്. കീപ്പർ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച പെർഫോമൻസ് ആ കളിയിൽ സമനിലയാണെങ്കിലും പുറത്തെടുത്തിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് കാർഡ് ഉണ്ടായിരുന്നു. കാരണം 2ാം പകുതിയിൽ നമ്മുടെ മെഹ്ദി തരേമി എന്ന പ്ലെയർ നദേൻ എൻഗോയുമായി ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവിടെ ഒരു റെഡ് കാർഡ് കാണിക്കേണ്ട ഒരു അവസ്ഥ ബെൽജിയം ഇറാൻ മാച്ചിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ ഈ ലോകകപ്പിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 8ാമത്തെ റെഡ് കാർഡ് ആയിരുന്നു കഴിഞ്ഞ ഈ കളിയിൽ കണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇറാൻ 1ാമതും ബെൽജിയം 2ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. രണ്ടും ഒരേ സമനിലയിൽ 0-0 സമനിലയിലാണെന്നുണ്ടെങ്കിലും ഇറാൻ 1ാമതും ബെൽജിയം 2ാം സ്ഥാനത്തുമാണ് അവരുടെ ഗ്രൂപ്പിൽ. പിന്നെ അടുത്ത കളി എന്ന് പറയുന്നത് ഉറുഗ്വേ വിസിസ് കാബോ വെർദെ ആയിരുന്നു. അതും സമനിലയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കളിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമനിലകളുടെ ഒരു കളിയെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. ബെൽജിയം ഇറാനും സമനിലയായിരുന്നു. ഇപ്പൊ ഇതാ ഉറുഗ്വേയും കാബോ വെർദെയും സമനിലയാണ്. 2-2 എന്ന ഗോളിലാണ് സമനില വന്നിരിക്കുന്നത്. ലോകകപ്പിലെ തങ്ങളുടെ ആദ്യത്തെ ഗോള് നേടിയിരിക്കുകയാണ് കാബോ വെർദെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 21ാമത്തെ മിനിറ്റിലാണ് കാബോ വെർദെയുടെ താരം കെവിൻ പിന കാബോ വെർദെക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അതും ലോകകപ്പിൽ അവരുടെ ആദ്യത്തെ ഗോളാണ്. അപ്പൊ ആദ്യ പകുതി നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാറായി എന്ന് തോന്നുന്ന നിമിഷത്തിലാണ് നമ്മുടെ ഉറുഗ്വേക്ക് വേണ്ടി അഗസ്റ്റിൻ കനോബിയോ എന്ന് പറയുന്ന പ്ലെയർ സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ 0-2 എന്നുള്ള നിലയിലാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 61ാമത്തെ മിനിറ്റിൽ ഹെലിയോ വരേലയുടെ മനോഹരമായ ഒരു ഗോളിലൂടെ ലീഡ് നിലനിർത്തിയിരിക്കുകയാണ് കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ചായി മാറിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കെവിൻ പിനയായിരുന്നു. ലോങ് റേഞ്ച് ഫ്രീ കിക്കിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ബെസ്റ്റ് ഒരു ലോങ് റേഞ്ച് ഫ്രീ കിക്കിലൂടെ മനോഹരമായ ഒരു ഗോൾ അടിച്ചുകൊണ്ട് മാൻ ഓഫ് ദ മാച്ചായി മാറിയിരിക്കുകയാണ് കെവിൻ പിന. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സൗദി അറേബ്യയുമായിട്ടുള്ള അടുത്ത മത്സരത്തിൽ കാബോ വെർദെക്ക് വിജയിച്ചാൽ പിന്നെ കാബോ വെർദെ നോക്കൌട്ട് ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം കാബോ വെർദെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മത്സരമാണ്. സമനില ഉയർത്തിയ മത്സരത്തിന് ശേഷം അതെന്താകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട ഒരു മത്സരം കൂടിയാണ്.
പിന്നെ ന്യൂസിലാൻഡ് വിസസ് ഈജിപ്ത് 1-3 ന്യൂസിലാൻഡിനെ ഈജിപ്ത് തോൽപ്പിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ജിയിലെ ഒന്നാമതെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈജിപ്ത്. ലോകകപ്പിൽ ആദ്യത്തെ വിജയം ഉറപ്പിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഈജിപ്തിൻ്റെത്. കഴിഞ്ഞ ദിവസത്തെ കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാബോ വെർദെ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അവരെല്ലാവരും ലോകകപ്പിൽ ആദ്യത്തെ വിജയവും ആദ്യത്തെ ഗോളൊക്കെ ഉറപ്പിച്ച ഒരു വലിയൊരു വലിയൊരു സസ്റ്റൈനബിലിറ്റി അവർ ലോകകപ്പിൽ നിലനിർത്തിയ ഒരു മത്സരം നമ്മൾ കണ്ടതായിരുന്നു. എന്തുകൊണ്ടും ഈജിപ്തിന്റെ ഡൊമിനേഷൻ തന്നെയായിരുന്നു ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 15-ാം മിനിറ്റിൽ ഫിൻ സർമാന്റെ ഗോളിലൂടെയാണ് ന്യൂസിലൻഡാണ് ആദ്യത്തെ ലീഡ് നേടുന്നത്. ഫസ്റ്റ് ഹാഫിൽ ന്യൂസിലൻഡാണ് 15-ാമത്തെ മിനിറ്റിൽ ലീഡ് നേടിയെങ്കിലും കളി അവസാനിക്കുമ്പോൾ ഈജിപ്താണ് ന്യൂസിലാൻഡിനെ പിന്നിലാക്കി 3 ഗോളുകൾക്ക് മുന്നിട്ട് നിന്നത്. 58-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ ഈജിപ്തിനായി സമനില ഗോൾ നേടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പിന്നെ മുസ്തഫ സീക്കോ, മുഹമ്മദ് സാലയും മഹ്മൂദ് ട്രെസഗയുമാണ് ഈജിപ്തിന് വേണ്ടിയിട്ട് 3 ഗോളുകൾ നേടുന്നത്. എന്തുകൊണ്ടും സലയും ടീമും മികച്ചൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗോളുകൾക്ക് ന്യൂസിലാൻഡ് എന്ന വമ്പന്മാരെ വീഴ്ത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഈജിപ്തിന് വേണ്ടി മുസ്തഫ സിക്കോയും മുഹമ്മദ് സാലയും മഹ്മൂദ് ട്രെസഗയുമാണ് ഗോളുകൾ നേടിയത്. 1-3 എന്ന വിജയം ഉറപ്പിച്ചത്. 58-ാം മിനിറ്റിൽ നമ്മുടെ സ്വന്തം മുസ്തഫ സിക്കോ ഈജിപ്തിനായി സമനില ഗോൾ നേടുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടു. പിന്നെ 67-ാം മിനിറ്റിൽ മുഹമ്മദ് സാലയിലൂടെ അവർ ലീഡ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ 82-ാം മിനിറ്റിൽ വീണ്ടും മഹ്മൂദ് ട്രെസഗയുടെ ഈജിപ്തിന്റെ 3-ാം ഗോളും ഉറപ്പിച്ചാണ് ഈജിപ്ത് ആ കളം വിടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കളി എന്തുകൊണ്ടും വിജയകരമായ, അല്ലെങ്കിൽ ഒരുപാട് റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സമനില ഗോളുകൾ ഉണ്ടായിരുന്നു. ലോകകപ്പിൽ ആദ്യത്തെ വിജയം ഉറപ്പിച്ച കാബോ വെർദെ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അവരുടെ ലോകകപ്പിൽ ആദ്യത്തെ വിജയവും ആദ്യത്തെ ഗോളും ഒക്കെ ഉറപ്പിച്ച വളരെ മികച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. പിന്നെ എടുത്തു പറയേണ്ടത് മാൻ ഓഫ് ദ മാച്ചായി മാറിയ നമ്മുടെ കാബോ വെർദെയുടെ കെവിൻ പെനയാണ്. ഫുട്ബോൾ ലോകകപ്പിലെ മറ്റൊരു താരോദയം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു മാച്ച് കൂടിയായിരുന്നു ഇത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ മാച്ചുകൾ ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. അപ്പൊ അടുത്ത ദിവസത്തെ മത്സരങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മത്സരമാണ് അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ. എന്തായാലും അർജന്റീന ഫാൻസിന് കാത്തിരുന്ന് കാണേണ്ട ഒരു മത്സരം കൂടിയാണ്. ഉറക്കൊഴിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല. രാത്രി 10:30 മത്സരം. അപ്പൊ ആദ്യത്തെ മത്സരത്തിൽ മെസ്സിയുടെ ഒരു ഹാട്രിക്, ഗംഭീരമായ ഒരു ഹാട്രിക്കോട് കൂടിയാണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ മത്സരമാണ് അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ. അത് ഇന്ന് രാത്രി 10:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പിന്നെ വരുന്ന മത്സരം ഫ്രാൻസ് വിസസ് ഇറാഖ് ആണ്. അത് 2:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, വെളുപ്പിനാണ്. പിന്നെ നോർവേ വിസസ് സെനഗൽ ഉണ്ട്. അതും 5:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പിന്നെ വരുന്നത് ജോർദാൻ വിസസ് അൾജീരിയ. അത് 8:30 നാളെ രാവിലെ 8:30 കളി നടക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം പോർച്ചുഗൽ വിസസ് ഉസ്ബെക്കിസ്ഥാൻ ആണ്. അത് രാത്രി 10:30 നാളെ രാത്രി 10:30 ഈ കളികളെല്ലാം വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും പോർച്ചുഗലും അർജന്റീനയും എല്ലാം കളിക്കുന്ന മറ്റൊരു ദിവസം കൂടിയാണ് നാളെ ഇനി വരാനിരിക്കുന്നത്. എത്രത്തോളം ഗംഭീരമാകും, എത്രത്തോളം റെഡ് കാർഡുകൾ ഉണ്ടാകും, പുത്തൻ താരോദയങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടാകും എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് 2026 ഫിഫ വേൾഡ് കപ്പ് ഓരോ ദിവസം കഴിയുമ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം.